ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മീര കൃഷ്ണൻ. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഇൻട്രോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു പ്രൊഫഷണൽ ക്ലാസിക്കൽ ഡാൻസറാണെന്നും നൃത്തമാണ് എൻ്റെ ജീവിതമെന്നും. ഞാൻ എങ്ങനെ നൃത്തത്തിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. എൻ്റെ അച്ഛൻ SBTയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് പല സ്കൂളുകളിലും മാറി മാറി പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. 3-4 സ്കൂളുകളിൽ ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 1-2 സ്കൂളുകളിൽ പഠിച്ചപ്പോൾ അവിടെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് മഞ്ഞുമൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ എനിക്ക് ഒരു ഡാൻസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ്. അത് എൻ്റെ കൂടെ രാഖി കൃഷ്ണൻ എന്ന് പറഞ്ഞ കുട്ടിയും കൂടെ ഞാനും കൂടെയാണ് ചെയ്തത്. അപ്പോൾ അത് ആ കാലത്ത് വളരെ സൂപ്പറായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ചെയ്യാൻ പറ്റി. വളരെ നല്ല കമൻസ് എനിക്ക് അതിനകത്തുനിന്ന് കിട്ടിയിട്ട്. അപ്പോൾ എന്താ സംഭവിച്ചാൽ ആ ഡാൻസിൻ്റെ ഒരു ഭയങ്കര അതിൻ്റെ പോസിറ്റീവ് ആ കുഞ്ഞുനാളിലുള്ള എൻ്റെ മനസ്സിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് എൻ്റെ മൈൻഡിലേക്ക് കയറുണ്ടായി. അപ്പോൾ പിന്നീട് എനിക്ക് കുറച്ച് നാൾ ഗ്യാപ്പ് വന്നു. പക്ഷെ എൻ്റെ ഒരു കസിൻ ബ്രദർ കൊച്ചിൻ കലാഭവനിൽ ഗിറ്റാർ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അറിവ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഡാൻസിൻ്റെ കാര്യം അവിടെ അന്വേഷിക്കാൻ പറയുകയും ആ കുട്ടി എന്നോട് വന്ന് അതിൻ്റെ ഡീറ്റെയിൽ പറയുകയും ഞാൻ അവിടെ പോയി ചേരുകയും ചെയ്തു. അപ്പോൾ പക്ഷേ ഇതിനെ എല്ലാ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഫീസ് എൻ്റെ വീട്ടുകാരെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടേ ഇല്ല ഫീസിന് വേണ്ടിയിട്ട്. കാരണം എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയെല്ലാം സ്വരൂപിച്ച് ഞാൻ തന്നെ എൻ്റെ ഫീസ് ഡാൻസ് ക്ലാസ്സിൻ്റെ ഫീസ് ഞാൻ തന്നെ കൊടുക്കാനുള്ളൊരു മനസ്സ് എനിക്കുണ്ടായിരുന്നു. ആരെയും വീട്ടുകാരെയൊന്നും ബുദ്ധിമുട്ടിക്കാതെ. കലാഭവനിൽ ചേർന്നപ്പോൾ എനിക്ക് കൂടുതൽ അതിനെ അറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടായി. എൻ്റെ പ്രൊഫഷണൽ അതാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ RLV കോളേജിൽ തൃപ്പൂണിത്തുറ RLV കോളേജിൽ ഡാൻസ് നൃത്തം പഠിക്കാനായിട്ട് ചേരുകയും ചെയ്തു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ഇനിയും ആഴത്തിൽ പോയിക്കൊണ്ടിരിക്കേണ്ട സംഭവമാണിത്. എൻഡ്ലെസ് ആണ്, ഇതിന് അവസാനമില്ല എന്ന് മനസ്സിലാക്കുകയും ഞാൻ അതിനെ തന്നെ കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഒരു രസമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കലാഭവനിൽ പഠിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളെയും എൻ്റെ അനിയത്തിമാരെയും കുറേശ്ശെ നൃത്തം പഠിപ്പിക്കാൻ തുടങ്ങി. ഏകദേശം എൻ്റെ ഒരു 18 വയസ്സിന് ശേഷം തന്നെ. അതിനുശേഷം ഞാൻ RLV പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നൃത്തത്തെ കൂടുതൽ സീരിയസ് ആയിട്ട് എടുക്കുകയും പിന്നെ എനിക്ക് പല സ്കൂളുകളിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ SH പബ്ലിക് സ്കൂൾ, SHCMI പബ്ലിക് സ്കൂൾ, ടോക്കച്ച് സ്കൂൾ, പിന്നെ ലിറ്റിൽ ഹാർട്ട് സ്കൂൾ, അങ്ങനെ പല സ്കൂള് നൃത്തം പഠിപ്പിക്കാൻ സാധിക്കുകയും ഇതിനെല്ലാം ഉപരി കലാഭവനിൽ എനിക്ക് നൃത്താധ്യാപികയായിട്ട് ജോലി ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ശ്രീശൈലം നൃത്ത വിദ്യാലയം എന്ന ഒരു ഡാൻസ് അക്കാഡമി തുടങ്ങുകയും അതിലൂടെ ധാരാളം കുട്ടികളെ എനിക്ക് നൃത്തം പഠിപ്പിക്കാനുള്ള ഭാഗ്യം ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നൃത്തം എന്ന് പറയുന്നത് നിസ്സാരം ഒരു കാര്യമല്ലല്ലോ, അത് ഒരു ദൈവികമായൊരു കലയാണല്ലോ. അതിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാമാണ് ഞാൻ എൻ്റെ നൃത്ത ലോകത്തിലേക്ക് എത്തപ്പെടുന്നത്. നൃത്തം മാത്രമല്ല കേട്ടോ, എൻ്റെ ജീവിതത്തിൻ്റെ മറ്റു വിശേഷങ്ങളുമായി നമുക്കിനിയും കണ്ടുമുട്ടാം. ടാറ്റാ.